മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വേറിട്ട പ്രതിഷേധവുമായി പഞ്ചായത്ത് അംഗം പത്തനാപുരം തലവൂർ പഞ്ചായത്ത് BJP അംഗമായ സി രഞ്ജിത്താണ് ശരീരം മുഴുവൻ വെള്ള പെയിൻ്റ് അടിച്ച് പ്രതിഷേധിച്ചത്. പോലീസിനെ ഭയന്നാണ് വെള്ള പെയിൻ്റ് അടിച്ചതെന്ന് രഞ്ജിത്ത് പറയുന്നു. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു ഇരുനിറം ഉള്ള ആളാണ്. അല്ലല്ല, അതിനു മുമ്പ് രഞ്ജിത്തിനെ ഒന്ന് പരിചയപ്പെടുത്തണം. അതായത് രഞ്ജിത്ത് അടുത്തിടയ്ക്ക് വൈറലായിരുന്ന ആളാണ്. അദ്ദേഹം ഈ KSEB ഓഫീസിലേക്ക് 10,000 രൂപയോളം 9,737 രൂപ പലരുടെ കറണ്ട് ബിൽ അടയ്ക്കാനുള്ളത് ചില്ലറയായിട്ട് കൊണ്ട് കൊടുത്ത് എണ്ണിപ്പിച്ച് ഞാനിത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നേടിയ ഒരാളാണ്. അതെ, ആ ഭാഗത്തേക്ക് കറണ്ട് പരാതികൾ വരുമ്പോൾ KSEB-ക്കാർ ഗൗനിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ആ ഭാഗത്തുള്ള ആളുകളുടെ എല്ലാം കൂടെ കറണ്ട് ചാർജ് ഒരുമിച്ച് കൊണ്ട് അടച്ചു. ഈ 9,737 രൂപ ചില്ലറയായിട്ട് കൊണ്ട് കൊടുത്തു. അവരെ കൊണ്ട് അവിടെ ഇരുത്തി അത് എണ്ണിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു KSEB ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുണ്ട്, എന്താ മെമ്പറുടെ കയ്യിൽ എന്താ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയുണ്ടോ, ഇത് ഞാൻ കൃത്യമായിട്ട് കഴുകി തിരിച്ച് ഈ ഇവർക്ക് കൊടുക്കുമോ, നമ്മുടെ ഈ റീസൈക്കിൾ ചെയ്യാൻ വരുന്ന ആളുകൾക്ക് കൊടുക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ അദ്ദേഹം വലിയൊരു ഇതിനു മുമ്പ് അദ്ദേഹം ഈ രീതിയിൽ പ്രശസ്തി നേടിയ ഒരാളാണ്. വേറിട്ട രീതിയിലുള്ളൊരു പ്രതിഷേധം എന്നുകൊണ്ട് തന്നെ പ്രശസ്തി നേടിയ ഒരാളാണ്. അദ്ദേഹം കുറച്ച് ഇരുനിറമുള്ള ആളാണ് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അപ്പോൾ ഈ കറുപ്പ് കണ്ടാൽ മുഖ്യമന്ത്രിക്ക് ഹാലിളകും എന്നുള്ളത് കൊണ്ട് ഈ ഇന്നത്തെ നവകേരള സദസ്സ് പത്തനാപുരത്തൂടെ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു മെമ്പർ കൂടിയാണല്ലോ പഞ്ചായത്തിലെ. അദ്ദേഹത്തിന് പല ആവശ്യങ്ങൾക്ക് വേണ്ടി അതിലേക്കൂടെ പോകേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് കറുത്ത നിറമായതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊരു വാർഡ് മെമ്പറെ എന്തോ പ്രതിഷേധിച്ചു എന്ന് പറഞ്ഞ് പോലീസ് പിടിച്ചുകൊണ്ട് പോയി. എനിക്ക് പോലീസ് എന്നെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം ചില ബുദ്ധിമുട്ടുകളുണ്ട്, വേറെ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ട് മുഴുവൻ വെള്ള പെയിൻ്റ് അടിച്ചു. അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ വളരെ രസകരമാണ്. ഇങ്ങനെ വെള്ള പെയിൻ്റ് അടിച്ച് നിൽക്കുന്ന ഒരു വെള്ള പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ രണ്ടാലുംകൂട് എന്ന് പറഞ്ഞ സ്ഥലം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന സ്ഥലമാണ്. എൻ്റെ അച്ഛൻ്റെ സ്ഥലമൊക്കെ ഉള്ളതാണ് തലവൂർ പഞ്ചായത്തിലെ മെമ്പറാണ് ഇത്. അച്ഛൻ നമ്മുടേത് ആവണീശ്വരം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ രണ്ടാലുംകൂട് ഭാഗത്ത് ഇദ്ദേഹം ഒരു കസേരയൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് വെള്ള പെയിൻ്റ് അടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. പോലീസ് ഇയാളെ കരുതൽ തടങ്കലിലേക്ക് മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ. ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണോ വേണ്ടത്? ഞാൻ ഇവിടുത്തെ ഈ വാർഡിന്റെ ജനപ്രതിനിധിയാണ്. മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലാതെ സാറേ ഇത് നോക്കൂ സാറേ, എന്റെ ഈ മൊബൈല് പോലും കറുത്ത മൊബൈല് പോലും ഞാൻ വെളിപ്പാക്കി. ഞാൻ സമരമല്ല സാറേ, സമരം ഇവരാടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സമരമാണെന്ന്? സാറേ ഇതാണ് കേട്ടോ, ഇതുവരെ കേട്ടോ ഇതുപോലും ഇല്ല. ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ കറുത്ത കുണ്ടി പോലും ഞാൻ വെളുപ്പിച്ചാണ് വെച്ചിട്ടുണ്ട്. പിന്നെന്താണ്? അത് പറ്റത്തില്ല, വരാൻ പറ്റത്തില്ല സാർ, അത് പറ്റത്തില്ല. അത് എന്റെ മുഖ്യമല്ല, എന്റെ രാജാവിന് വേണ്ടി ഇട്ടിരിക്കുന്ന കസേരയാണ്. രാജാവിനെ ഇരിക്കുന്ന സാറേ, എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറുപ്പായിട്ട്. എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറുപ്പായിട്ട്. ഞാൻ അത് രാജാവിനെ നോക്കത്തില്ല. ഞാൻ ഞാൻ ജനശ്രദ്ധ ആകർഷിക്കാനല്ല സാർ, ജനശ്രദ്ധ ആകർഷിക്കാനല്ല, എന്റെ രാജാവിന്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ ചെയ്യുന്നത്. എല്ലാം വരത്തില്ല സാർ, സോറി സാറേ. എന്തോ ചെയ്ത് അടിച്ചോ കൊല്ലിയോ സാർ, എന്താ ഇവിടെ ജനപ്രതിനിധിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ വരത്തില്ല സാർ, വരത്തില്ല സാർ, വരത്തില്ല. ഇല്ല സാർ, വരത്തില്ല. എന്തായാലും ഇത് വളരെ രസകരമാണ്. അദ്ദേഹം ആ ദൃശ്യങ്ങൾ തുടങ്ങുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം BJP-ക്കാരനാണല്ലോ, അദ്ദേഹം കേരളത്തിൽ വന്നാൽ പ്രതിഷേധം ഭയന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം CPM-കാരനാണല്ലോ, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് ആ രീതിയിലാണ്. അതായത് CPM-കാരനായ മുഖ്യമന്ത്രി തൻ്റെ പഞ്ചായത്തിലൂടെ പോകുമ്പോൾ BJP-കാരനായ എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത്, ജനപ്രതിനിധിയായ എന്നെ നിങ്ങൾ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്? കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രി പ്രതിഷേധം ഭയന്ന് അറസ്റ്റ് ചെയ്യാറില്ലല്ലോ എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹം സത്യത്തിൽ അത് അങ്ങേയറ്റം ശ്രദ്ധ പിടിച്ച് പറ്റുക എന്നുള്ള, അദ്ദേഹം എന്തായാലും പോലീസ് കസ്റ്റഡിയിലാണ്, ശ്രദ്ധ പിടിച്ച് പറ്റാൻ വേണ്ടി തന്നെ ചെയ്തൊരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളിലും കഴമ്പുണ്ട് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കസേരയാണ്. കസേരയ്ക്കും വെള്ള പെയിന്റ് അടിച്ച് കറുത്ത മൊബൈല് ഞാൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറുത്തത്. അല്ല, അത് മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ രാജാവ് വരുമ്പോൾ അദ്ദേഹത്തെ നോക്കില്ല, ഞാൻ കണ്ണടച്ചിരുന്നോളാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, രാജാവിന് ഇരിക്കാനുള്ള കസേരയാണ് ഞാൻ കസേര കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇല്ല ഞാൻ വരത്തില്ല എന്ന് പറയുന്നത്.
അല്ല, പ്രതിഷേധങ്ങൾ ഇങ്ങനെയും ആകാം. അതെ. മേ ബി എല്ലാ പ്രതിഷേധങ്ങളും ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രതിഷേധവും സ്വയം എന്താണ് പബ്ലിക്കായിട്ടുള്ള വിഷയങ്ങളിൽ, നമ്മൾ ചില വിഷയങ്ങളിൽ വളരെ വൈകാരികമായ വിഷയങ്ങളിൽ, കുടുംബ പ്രശ്നങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ സ്വയം പ്രതിഷേധമൊക്കെ നടത്തിയെന്ന് വരും. ഇത് പബ്ലിക്കായിട്ടുള്ള വിഷയമാണ്, രാഷ്ട്രീയമാണ്. ഇവിടുത്തെ എല്ലാ പ്രതിഷേധവും ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഗവർണർ ഇറങ്ങി നടക്കുന്നത്, ശ്രദ്ധ പിടിച്ചു പറ്റാനല്ലേ. ഒരു കാര്യമില്ല എന്ന് വിട്ടായ തെരുവിൽ ഇറങ്ങി നടക്കുന്നത് എന്തിനാണ്? അത് സർക്കാരിനെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ പോലീസിന്റെ സുരക്ഷ വേണ്ട, ഞാൻ ഉള്ളിലെ കൂടെ ഇറങ്ങി നടക്കും, എന്നെ തടുക്കാൻ പറ്റുന്നവൻ തടുക്കുക എന്നൊക്കെ പറയുന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. ഏത് തരത്തിലുള്ള പ്രതിഷേധം? പരസ്പരം അവഹേളിക്കുന്നതിന്റെ ഭാഗമാണ്. കേരള സർക്കാരിനെ അവഹേളിക്കുക, ചെറുതാക്കി കാണിക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഗവർണർക്കുണ്ട്. എന്നതുപോലെ ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളെ പിന്തുണയ്ക്കുകയും തങ്ങൾക്കെതിരെ വരുന്ന പ്രതിഷേധങ്ങളെ അടിച്ചുപറത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പിണറായി വിജയന്റെ രീതി. ഇതെല്ലാം കൂടെ അങ്ങോട്ട് കാണുമ്പോൾ ഒരു നല്ല രസമുണ്ട്. എന്തായാലും ഈ രഞ്ജിത്തിന്റെ പ്രതിഷേധം, ഈ വിഷ്വൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചിരിയടക്കാൻ പറ്റിയില്ല. കാര്യം പുള്ളി അത്ര വൈകാരികമായിട്ട് ആണ് പറയുന്നത്. എന്റെ രാജാവ് വരുമ്പോൾ, രാജാവെന്നല്ല രായാവ്, എന്റെ രായാവ് വരുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള, രായാവ് വരുമ്പോൾ ഞാൻ നോക്കത്തില്ല സാറേ, ഞാൻ കണ്ണടച്ച് പിടിച്ചോളാം. എന്തായാലും എന്താണ് പ്രതിഷേധങ്ങളെ ആർക്കും അങ്ങനെ എന്താണ് അടിച്ചമർത്താനൊന്നും പറ്റില്ല. ഒരിടത്ത് അടിച്ചമർത്തുമ്പോൾ മറ്റൊരിടത്ത് ആ പ്രതിഷേധം വീണ്ടും മുളച്ചു വരും. അതങ്ങനെയാണല്ലോ. ഇല്ല, ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലൊരു പ്രതിഷേധം, അദ്ദേഹം കരിങ്കൊടി കാണിച്ചില്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന സ്ഥലത്തേക്ക് പോയില്ല, അദ്ദേഹം ആകെയും പോവുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ ശരീരം അദ്ദേഹം പറയുന്നതാണെങ്കിൽ കറുപ്പ് കണ്ടാൽ ഇനി മുഖ്യമന്ത്രി വരുന്നിടത്ത് അറസ്റ്റ് ചെയ്യുമെന്ന് ഭയന്ന് വെള്ള പെയിന്റ് അടിച്ചു. ഇതിനകത്തുള്ളൊരു പരിഹാസമുണ്ട്. മുണ്ടുവരെ വരെ കറുത്ത വെള്ളയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് വെള്ളത്തിൽ വെള്ള അടിച്ചെന്ന് പറഞ്ഞത്, അതിനകത്തുള്ള പോർഷനാണ് വെള്ള അടിച്ചതെന്ന് പറയുന്നത്. എന്തായാലും അദ്ദേഹം പറയുന്നതിനകത്ത് ഇതിനകത്ത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇതൊരു പരിഹാസം, സറ്റയറാണ് എന്നുള്ളത് ഒന്നാം തരം പരിഹാസമാണ്. പക്ഷേ അദ്ദേഹത്തെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചാനലുകളിലൊക്കെ സറ്റയറായിട്ട് ചെയ്യുന്ന പരിപാടികളുടെയൊക്കെ അവതാരകരെ ഇനി മിക്കവാറും പോലീസ് പിടിക്കുമോ എന്നുള്ളതാണ്. കാരണം ഇത് പരിഹസിക്കുന്നതിന് വേണ്ടി ചെയ്തു. കാർട്ടൂൺ വരയ്ക്കുന്നവരെ നാളെ പിടിക്കില്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ പരിഹസിച്ച് മുഖ്യമന്ത്രി അതുവഴിയാണ് പോകുന്നതെങ്കിൽ ആ വഴിയിൽ നിൽക്കുമ്പോൾ ഈ പരിഹസിക്കുന്ന ആൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം നടത്താതിരിക്കുക എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ കരുതൽ എന്ന് പറഞ്ഞ കാര്യം. അല്ല, ഇപ്പൊ ഇദ്ദേഹത്തേക്ക് തിരിച്ചുവിടും. മുഖ്യമന്ത്രി പരിഹസിച്ചു എന്നും പറഞ്ഞപ്പോൾ കേസൊന്നും എടുക്കാൻ പോകുന്നില്ല. സ്വന്തം ശരീരത്താണ് അയാൾ വെള്ള പെയിന്റ് അടിച്ചത്. അത് വേറെ ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. അയാളുടെ ശരീരം അയാൾ ഭരിക്കുന്ന രാജ്യമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.